നമുക്ക് കുറച്ച് റാസ്ബെറീസ് കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള പൂ. ഇല്ല, ശരിക്കും ഇല്ല. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഞങ്ങൾ ഫിലിപ്പീൻസിൽ പഠിക്കാൻ വന്നിട്ട് ഇത് 6ാമത്തെ വർഷമാണ്. 2 മാസത്തിനുള്ളിൽ ഗ്രാജുവേഷൻ. അതിൻ്റെ ഇടയിൽ നമ്മൾ എവിടെയും ഒരിടത്ത് പോലും ട്രിപ്പ് പോയിട്ടില്ലെന്ന് പറഞ്ഞാൽ അതൊരു ഇതല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു. ഇതിപ്പം വെളുപ്പിന് 3 മണിയാട്ടോ. നേരത്തെ പോയിട്ട് കാര്യമുള്ളൂ. വിശന്നാൽ എന്താണെന്നറിയില്ല ഗൈസ്, കയ്യും കാലും തളരും. സോ നമ്മൾ ഫുഡ് കഴിക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് ഈ ഒരു ചിക്കനും ചോറും പിന്നെ ആ ഒരു ഡ്രിങ്കും. അത് 3ഉം വരുന്ന ഒരു കോംബോയാണ്. അത്രയും കഴിക്കാനുള്ള സ്പേസ് ഉണ്ടല്ലോ വയറ്റിൽ. സോ ഇവിടുന്ന് നമ്മളിപ്പോൾ ഫുഡൊക്കെ കഴിച്ചു, വയറ് നിറഞ്ഞു, സംതൃപ്തിയായി നമ്മളിവിടുന്ന് ഇങ്ങ് ഇറങ്ങുവാണ്. പോകുന്ന വഴിക്ക് കണ്ട വ്യൂ ആണ് ഗൈസ് ഇത്. എന്ത് അടിപൊളി വ്യൂ ആണെന്ന് നോക്ക്. എന്തോ വേറെ ഏതോ സ്ഥലത്ത് പോയ പോലെ ഉണ്ട്. അടിപൊളി. ആ ഒരു സ്കൈ ഒക്കെ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണെന്ന് നോക്ക്. അടിപൊളി. ആ ഒരു എന്താ പറയാൻ വേർഡ്സ് ഇല്ല. ഇവിടെ നിന്നാണ് ഞാൻ സൺറൈസ് കണ്ടത്. നമ്മൾ അവിടെ നോക്കി നിന്നിട്ട് കാര്യമില്ലല്ലോ ഗൈസ്, പോകേണ്ട അടുത്ത് പോകണ്ടേ. അപ്പോൾ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു ജേണി. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുവാണ്. പോകുന്ന വഴിക്കൊക്കെ നല്ല ആ ഒരു വ്യൂ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്തിങ്ങനെ കിടക്കുവാണ്. നമ്മൾ പോകുന്നിടത്തൊക്കെ ഞാൻ അത് തന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. പോകുന്നിടത്തൊക്കെ നല്ല ഗ്രീനറിയും അടിപൊളി സ്ഥലമൊക്കെ അടിപൊളിയായിരുന്നു. നല്ല വ്യൂസായിരുന്നു. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ഉള്ള വ്യൂസൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടമാണ്. സോ എല്ലായിടത്തും സ്കൈ ആണ് മെയിൻ ഹൈലൈറ്റ്. അടിപൊളി സ്കൈ, അടിപൊളി സ്ഥലം, നല്ല പച്ചപ്പയും ഹരിതാപയും ഉള്ള സ്ഥലം. ഇത് നമ്മൾ പോകുന്ന ഇടം കുറച്ച് ദൂരെയാണ് ഗൈസ്, പക്ഷേ അവിടുത്തെ വ്യൂ അടിപൊളിയാണ്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആണെന്ന് തോന്നുന്നു ഈ കാണുന്ന മൗണ്ടൻസൊക്കെ. പക്ഷേ ഈ മൗണ്ടൻസ് ഇത്രയും ബ്യൂട്ടിഫുൾ ആണെങ്കിൽ അവിടുത്തെ വ്യൂ എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് ആലോചിക്കാമല്ലോ. അത്ര അടിപൊളിയാണ്. പോകുന്ന വഴിക്കൊക്കെ നിറയെ ഇങ്ങനെ കൃഷി ഏരിയാസൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ക്യാബേജ്, പിന്നെ ക്യാരറ്റ്, ഉള്ളി, പിന്നെ ചൗ. എനിക്ക് ഈ കൃഷി കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. പണ്ട് രാവിലെ കൃഷിദീപം പരിപാടിയില്ലേ ഏഷ്യാനെറ്റിൽ, ഞാൻ അതിൻ്റെ സ്ഥിരം വ്യൂവറായിരുന്നു. ഞായറാഴ്ച ദിവസം ഞാൻ കാത്തിരിക്കുമായിരുന്നു കൃഷിദീപം കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കൃഷി അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര കൗതുകമാണ് അത് കാണാൻ. അപ്പോൾ പോകുന്ന വഴിക്കെല്ലാം ഈ കൃഷികളും പിന്നെ ആൾക്കാർ അതെല്ലാം ഹാർവെസ്റ്റ് ചെയ്തിട്ട് അതിങ്ങനെ ചാക്കിലും കൊട്ടയിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നതൊക്കെ കാണാമായിരുന്നു. അതൊക്കെ ഒരു നല്ല ഒരു എക്സ്പീരിയൻസ് അല്ല അതൊക്കെ കാണുക. അതൊക്കെ ഭയങ്കര രസമായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മുടെ പോകുന്ന വഴിക്ക് നമ്മളുടെ നെറ്റ്വർക്കൊക്കെ ഭയങ്കര സ്ലോ ആയി തുടങ്ങി. നെറ്റ്വർക്ക് ഗൂഗിൾ മാപ്സ് ഒന്നും വർക്ക് ആവുന്നില്ല. അപ്പോൾ നമ്മൾ കൺഫേം ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പോയ വഴി തന്നെ തിരിച്ച് വരണം. എന്തൊരു മെനക്കേടാതും. ഞങ്ങൾ പലയിടത്തും പോയിട്ട് അങ്ങനെയുള്ള അബദ്ധങ്ങൾ പറ്റാറുണ്ട്. സോ നമ്മൾ കൺഫേം ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്നിട്ടും വഴി തെറ്റി, അത് വേറെ സത്യം. പിന്നെ ഇത് നമ്മൾ എത്തേണ്ട ഡെസ്റ്റിനേഷൻ്റെ ആ ഒരു സ്ഥലം എത്തിയെന്ന് തോന്നുന്നു. നമ്മൾ ഇവിടെയും അടിപൊളി വ്യൂ ഒക്കെ ആയിരുന്നു. നല്ല ഒരു ഗ്രാമീണത ഫീൽ ചെയ്തു. സോ ഇതാണ് നമ്മളുടെ സ്ഥലം. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ ഇടമുണ്ട്. മുന്നേ നമ്മുടെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ ഇവിടെ പാർക്ക് ചെയ്യാൻ ഇടയില്ലായിരുന്നു. ഇപ്പം ഭാഗ്യത്തിന് ഇടമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ റോഡിൽ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് മുകളിൽ പോകേണ്ടി വന്നേനെ. വണ്ടി പാർക്ക് ചെയ്യാണ്ട് പോകുമ്പോൾ നമുക്കൊരു ടെൻഷൻ ആയിരിക്കുമല്ലോ, അത് ഒഴിവായി. അപ്പോൾ ഇവിടുന്ന് ഇനി മുകളിൽ കയറുമ്പോൾ അവിടെ ഒരു ഷെഡ് കാണുന്നില്ലേ, ആ ഷെഡിൽ അവിടെ നമ്മൾ എൻട്രൻസ് ഫീ ഒക്കെ അടയ്ക്കാനുണ്ട്. സോ ആ പ്രൊസീജിയേഴ്സിലൊക്കെ പോകാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴിക്ക് നമ്മൾ ഈ വാലിയെ കണ്ടു. നല്ല ഭംഗിയുള്ള പൂ. നിറയെ ചെടികളൊക്കെ ഉണ്ട്. നമ്മളിവിടുന്ന് ടിക്കറ്റ് എടുക്കണം.
ഇവിടെ കോഫിയൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. നമ്മൾ വിചാരിച്ചു കോഫിയൊന്നും കിട്ടില്ല, അങ്ങനെ ഒരു സ്ഥലമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ കോഫി ഉണ്ടായിരുന്നു. പക്ഷേ കോഫി കുടിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല ഗൈസ്. അതുകൊണ്ട് നമ്മൾ കോഫി കുടിച്ചില്ല, മനഃപൂർവ്വം ഒഴിവാക്കി. അപ്പോൾ ഇവിടുന്ന് നമ്മൾക്ക് എൻട്രൻസ് ഫീ അടച്ചിട്ട് നമുക്കൊരു ഗൈഡിനെ തന്നിട്ടുണ്ട്. നമ്മളവിടെ പോയി തിരിച്ചു വരുന്നവരെ അയാൾ നമ്മുടെ കൂടെ ഉണ്ടാവും. ഇവിടെ എല്ലാം ഉള്ളി കൃഷിയാണ് ഗൈസ്. ഇതെല്ലാം ഉള്ളിയാണ്, നമുക്കിതൊന്നും പറിക്കാൻ പറ്റൂല. പിന്നെ കണ്ടോ, ഇത് ക്യാബേജാണ് ഗൈസ്, ക്യാബേജിൻ്റെ കൃഷി. നല്ല ഇതുണ്ട് ഗൈസ്. ഇതൊന്നും നമുക്ക് തൊടാൻ പറ്റുമോയെന്ന് അറിയില്ല. നല്ല സ്റ്റെപ്പുകളാണ്, ശ്വാസം മുട്ടുന്നു. ചൗ കൃഷിയാണ് ഗൈസ്. ഇത് കണ്ടോ ആന്തൂര്യം. ഈ വഴിയാണ് ഗൈസ് നമ്മൾ കയറേണ്ടത്. ഗൈഡ് ഫ്രണ്ടിൽ പോയി. ഇതെല്ലാം ആന്തൂര്യം കൃഷിയാണ് ഗൈസ്. ഇതൊക്കെ ഒന്ന് പറിക്കാൻ കൈ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു ഗൈസ്. പക്ഷേ പേടിച്ചിട്ട് പറിച്ചില്ല. ഇങ്ങനെ എനിക്കിതൊക്കെ കാണുമ്പോൾ അങ്ങ് പറിക്കാനുള്ളൊരു ടെൻഡൻസി അങ്ങ് വരും. സ്വയമേ അങ്ങ് കൺട്രോൾ ചെയ്ത് നിർത്തി പതുക്കെ കയറാമെന്ന് വിചാരിച്ചു. ശ്വാസം മുട്ടിയിട്ട് വയ്യായിരുന്നു. ഹായ്, താങ്ക് യു. യു ടു. പോകുന്ന വഴിക്ക് റാസ്ബെറി ഉണ്ട് ഗൈസ്. പക്ഷേ എവിടെയാണെന്ന് നമുക്കറിയില്ല. നമ്മളിതുവരെ റാസ്ബെറി ട്രീ കണ്ടിട്ട് പോലും ഇല്ലല്ലോ. അപ്പോൾ ആരൊക്കെയോ കയ്യിൽ റാസ്ബെറീസ് പറിച്ചിട്ട് ഇങ്ങനെ പോകുന്നതുണ്ട്. നമ്മൾക്കാണെങ്കിൽ കഴിക്കാനല്ല, അതൊക്കെ ഒരു പറിക്കാനൊരു ഒരു അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. അത് കാണാനൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ തപ്പുമായിരുന്നു. ഒരിടത്തും കണ്ടിട്ടില്ല. പതുക്കെ നടക്കാം ഗൈസ്. കയറി നമ്മൾ അതിൻ്റെ മേളിലെത്തി ഗൈസ്. ഇതാണ് നമ്മുടെ സ്ഥലം. ഓസ്മേനിയ പീക്ക് എന്നാണ് പേര്. ഓസ്മേനിയാന്നോ എസ്മെനാന്നോ എന്താ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എന്ന് നമുക്കറിയില്ല. ഓസ്മേനിയ എന്നാണ് തോന്നുന്നു. ഇത് എത്രത്തോളം മറ്റുള്ളവരുടെ കണ്ണിക്ക് പകർത്തി കൊടുക്കാനും പറ്റുമെന്ന് അറിയില്ല. പക്ഷെ അതാ കടൽ, കര അവിടെ കടലിൻ്റെ ഇടയിൽ ഡാർക്കൊന്തോ കടൽ കണ്ട. അവിടുന്ന് എനിക്ക് ഫോട്ടോ എടുത്തത്. ആ കൂർത്തിരിക്കുന്നില്ല, അതാണ് എൻ്റെ മറ്റേ ഗർഭിണി ഫോട്ടോ. അവിടെ നീ പോയോ? ആ, എങ്ങനെ പോയി? അത് അവിടെ ചാടിപ്പോയി. അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങാണ്ടി. ആണോ? ആ മലയല്ല, ഇല്ല പാറ. അങ്ങനെ പറ. ഞാൻ വിചാരിച്ചു നീ ആ മലയിൽ പോയെന്ന്. എടി അനാവശ്യം പറയാതെടി വ്ളോഗില്. മ്യൂട്ട് ചെയ്യണം നീ. കുറച്ചൊക്കെ വോയിസ് ഓവർ കൊടുക്കാതിരുന്നാൽ. വോയിസ് ഓവർ ഇവിടെ മോശം പറയുന്നത് അതാ എടുത്ത് അങ്ങോട്ട് പോകും. കുറേ നേരം ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തിട്ട് നമ്മളിനി താഴോട്ട് ഇറങ്ങി ഗൈസ്. നമ്മൾ പോകാൻ പോവാണ്. ഇത് താഴെ നിന്നുള്ള വ്യൂ ആണ്. കുറേ നേരം, ഒരു 1.5 മണിക്കൂറോളം നമ്മൾ ഫോട്ടോ എടുത്തു. നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. ഇവിടെ ചെറിയ വഴുക്കലൊക്കെ ഉണ്ട്. നമ്മുടെ മഴ പെയ്ത് ഇനി അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തുന്നതിന് മുന്നേ നമ്മൾ താഴെ പോയിട്ട് കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് കുറച്ച് ഫ്രഷൊക്കെ ആയിട്ട് നമ്മൾ അടുത്തടുത്തോട്ട് പോകും. ഈ മരത്തിൽ നിന്ന് നമുക്ക് കുറച്ച് റാസ്ബെറീസ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ കുറേ റാസ്ബെറീസിൻ്റെ ചെടീസൊക്കെ ഉണ്ട്. നമ്മൾ കുറച്ച് പറിച്ചു, ബാക്കിയൊക്കെ ആരൊക്കെയോ പറിച്ച് പോയിട്ടുണ്ട്. ഉള്ളതാവട്ടെ. ഇല്ല, ശരിക്കും ഇല്ല. എന്തായിരുന്നു പറയാൻ വന്നത്? ചോറ്, തക്കാളി ചമ്മന്തി, മുട്ട പൊരിച്ചത്, മീൻ വറുത്തത്, വെളുത്തുള്ളി അച്ചാർ.
ഇതിൻ്റെ ഇടയിൽ കുറച്ച് സംഭവ വികാസങ്ങളൊക്കെ നടന്നു ഗൈസ്. അതൊന്നും പറയാതിരിക്കുന്നതാണ് ഭേദം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തേക്ക് നമ്മൾ യാത്ര തിരിക്കുകയാണ്. നമ്മൾ അടുത്തതൊരു ഫോൾസിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴിക്കുള്ള വ്യൂവിനെ പറ്റി പറയണ്ടല്ലോ. അവിടെ ഉള്ള വ്യൂസൊക്കെ അടിപൊളി വ്യൂസാണ്. നമ്മളിപ്പോൾ നിന്ന അടുത്തുനിന്ന് ഇവിടേക്ക് ഒരു 40 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ കുറച്ച് ഓഫ് റോഡാണ്, കുറച്ച് വണ്ടിയൊക്കെ ഇല്ലാത്ത സ്ഥലമാണ്. ഇതിനെ പറ്റിയല്ല, കുറച്ച് ഓഫ് റോഡ് നമ്മൾ കടന്നിട്ടാണ് ഈ ഒരു വഴിയിലെത്തിയത്. അപ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു, കാരണം ഗൂഗിൾ മാപ്പൊക്കെ വർക്കിംഗ് അല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് വഴിയൊക്കെ തെറ്റി. അങ്ങനെ എന്തായാലും ഇറങ്ങി തിരിച്ചുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ട് നമ്മൾ എന്തായാലും അവിടെ എത്തി. അങ്ങനെ കുഴപ്പമില്ലായിരുന്നു. ഇതാണ് ഗൈസ് നമ്മളുടെ ഡെസ്റ്റിനേഷൻ എത്തി. ഇതിൻ്റെ മുകളിൽ പോകുമ്പോൾ ഒരിടമാണ് നമ്മളുടെ ഡെസ്റ്റിനേഷൻ. പക്ഷേ നമ്മളിവിടെ എത്തിയത് കുറച്ച് ലേറ്റായി. 2:55 ആയപ്പോഴാണ് നമ്മളിവിടെ എത്തുന്നത്. 3 മണിക്ക് അവിടെ കട്ട് ഓഫ് ആയിരുന്നു. 3 മണി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എൻട്രി ഇല്ല. നമുക്ക് എത്ര നേരം വേണമെങ്കിലും അവിടെ നിൽക്കാം, പക്ഷേ എൻട്രി ഇല്ല. പോകുന്ന വഴി കുറച്ച് ദൂരെയായിരുന്നു ഗൈസ്. നമ്മൾ ഏകദേശം ഇതിൻ്റെ എൻട്രൻസിൽ നിന്ന് നമ്മൾ ആ വാട്ടർഫോൾ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കിലോമീറ്റർ നടന്നു, അത്രയും. പക്ഷെ പോകുന്ന വഴിക്കൊക്കെ നല്ല വ്യൂവും നിറയെ ആൾക്കാരും ഒക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ഈ ഒരു ഫോൾസിൻ്റെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള തിങ് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ആ ഒരു വെള്ളത്തിൻ്റെ കളറാണ്. നല്ല ഗ്രീൻ ഓർ ബ്ലൂ, എന്താണ് ആ കളറെന്ന് എനിക്ക് നന്നായിട്ട് അറിയത്തില്ല. പക്ഷേ ആ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട നല്ലൊരു കളറാണ് ആ വെള്ളത്തിന്. അപ്പോൾ അതാണ് ഏറ്റവും സ്പെഷ്യലായിട്ട് തോന്നിയത്. നടന്നിട്ടും തീരുന്നില്ലായിരുന്നു ഗൈസ്. നമ്മൾ എന്താണ് ഇതിൻ്റെ ഫൈനൽ ഇതെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. അങ്ങനെ നമ്മൾ നടന്ന് അവസാനം നമ്മൾ ഒരു ഫസ്റ്റ് ലെവൽ എന്തോ ഒരു വാട്ടർഫോൾ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലായി ഇതാണ് നമ്മൾ പോകുന്ന സ്ഥലം. ഇന്ന് കാണുമ്പോൾ വളരെ നോർമലായിട്ടുള്ളൊരു ഫോൾ പോലെ തോന്നി. പക്ഷേ കൂടുതലും ടൂറിസ്റ്റുകളായിരുന്നു ഗൈസ് അവിടെ ഉണ്ടായിരുന്നത്. സോ അവരുടെ കൂടെ നമ്മൾ ഇറങ്ങിയില്ല. നമ്മൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. എന്നിട്ട് നമ്മൾ ഒരുപാട് ഉള്ളിലോട്ടൊന്നും പോയില്ല. കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. കുളിച്ചിട്ട് നമ്മൾ ദേഹമൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളപ്പോൾ അവിടെ നിന്നൊരു ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന ഒരു ഇടം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ തിരിഞ്ഞ് നടക്കുവാണ്. ഈ വന്ന വഴിയെല്ലാം തിരിഞ്ഞ് നടക്കണം, അതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഓൾറെഡി ടയേർഡായി. നമ്മളിനിയിപ്പോൾ വീട്ടിൽ പോവുകയാണ്. ഓൾറെഡി ഈവനിങ് ടൈമായി. ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. 5 അല്ല 6 ആയിട്ടുണ്ട്. സ്കൂളിലോട്ട് നോക്ക്. മൊത്തം ചാമ്പയ്ക്ക പൂത്ത് നിൽക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ രാവിലെ സൺറൈസും കണ്ടു. രാത്രിയിലെ സൺസെറ്റാണ് ഗൈസ്. ബ്യൂട്ടിഫുൾ സൺസെറ്റാണ് ഗൈസ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സൺസെറ്റ്. തിരിച്ചുള്ള യാത്ര പറയാതിരിക്കുന്നതാണ് ഗൈസ് ഭേദം. അതുകൊണ്ട് പറയുന്നില്ല കൂടുതലൊന്നും. ഇത്രയൊക്കെയുള്ള ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.